is the judgment to you, sir. ഇവിടെ നേരത്തെ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് തുടങ്ങാം. ജസ്റ്റിസ് എന്നുള്ള വേർഡ് രണ്ട് സ്വീഡിഷ് ടേമിൽ നിന്ന് വന്നതാണ്. ഒന്ന് ജുസ്, ജുസ് മീൻസ് നോംസ്, അതാണ് നോംസ്. വാട്ട് കൈൻഡ് ഓഫ് നോംസ്, എന്താണ് നോംസ്? അടുത്തത് സ്റ്റിഷ്, സ്റ്റിഷ് എന്ന് പറയുന്നത് സോൾ സ്റ്റിഷ്, സോൾ സ്റ്റിഷ് മീൻസ് സൺ, സൂര്യൻ, സൂര്യൻ എന്നുള്ളതാണ്. അതിലെയാണ് സ്റ്റിഷ് എന്നാണ് അത് സ്വീഡിഷ് ടേമിൽ ഉച്ചരിക്കുന്നത്. സ്റ്റിസ് എന്ന് നമ്മൾ പറയും. നോംസ് ലൈക്ക് സൺ, അതായിരിക്കണം നീതി. അതായത് നീതി എന്ന് പറയുന്നത് വെളിച്ചം തരണം, നീതി തന്നെത്താൻ കത്തിമരിക്കണം, പക്ഷെ ആൾക്ക് വെളിച്ചം കൊടുക്കണം, അതാണ് അതിന്റെ അർത്ഥം. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ അടുത്തത് മനസാക്ഷിയുടെ ക്വസ്റ്റ്യൻ എപ്പോഴും കൂടുതൽ വന്നതാണല്ലോ ഇവിടെ. ഒരു അഭിഭാഷകന് മനസാക്ഷി ആവശ്യമില്ല എന്ന് മിസ്റ്റർ ആളൂർ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല, കോടതി യോജിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്തുകൊണ്ട് ഒരു മനുഷ്യനെ ജഡ്ജിയാക്കുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി. കാരണം കമ്പ്യൂട്ടറിന് നമ്മളിപ്പോ പ്രോബബിലിറ്റീസ് അങ്ങോട്ട് കൊടുക്കുക. മിസ്റ്റർ ആളൂർ ഇത്രയും പ്രോബബിലിറ്റീസ് പറയുന്നു, പ്രോസിക്യൂട്ടർ ഇത്രയും പ്രോബബിലിറ്റീസ് പറയുന്നു, യു ഡിസൈഡ് എന്ന് കമ്പ്യൂട്ടറിന്റെ അടുത്ത് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പറയുന്നതിലും സാങ്കേതികത്വത്തോടുകൂടി ശാസ്ത്രീയമായിട്ട് കമ്പ്യൂട്ടർ അപകതിരിക്കും. പക്ഷേ നിയമത്തിൽ അതല്ല വേണ്ടത്, നീതിക്ക് അതല്ല വേണ്ടത്. മനുഷ്യ സ്പർശം, മാനുഷിക സ്പർശം വേണം അതിൽ. അതുകൊണ്ട് ദെൻ ഹു ഈസ് എ ലോയർ? ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഹീസ് ആൻ ഓഫീസർ ഓഫ് ദ കോർട്ട്. ഹിസ് ഡ്യൂട്ടി ഈസ് ടു എയ്ഡ് ദ കോർട്ട് ടു ട്രേസ് ഔട്ട് ദ ട്രൂത്ത്. സത്യത്തിലേക്ക് നമ്മൾ ചെല്ലാനുള്ള വഴിയിൽ കോടതിയെ സഹായിക്കുക എന്നുള്ള പരമമായ ഉത്തരവാദിത്വം ഒരു ഓഫീസർ ഓഫ് ദ കോർട്ട് എന്നുള്ള നിലയ്ക്ക് ഒരു അഭിഭാഷകനുണ്ട്. അപ്പൊ കോടതി മനുഷ്യനായതുകൊണ്ട് തന്നെ, ജഡ്ജി മനുഷ്യനായതുകൊണ്ട് തന്നെ, ഒരു വക്കീല് മനുഷ്യനായിരിക്കണം, നല്ല ജെന്റിൽമാനായിരിക്കണം. അദ്ദേഹത്തിന് മനുഷ്യത്വം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ എന്തുകൊണ്ട് ഒരു ക്രിമിനൽ കേസിലെ പ്രതി വന്നാൽ എന്തായിരിക്കണം നിലപാടെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. കണ്ണുമടച്ച് കേസെടുക്കുന്നതല്ല നിലപാട്. ആ പ്രതിയോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോ അയാൾ ചെയ്തു, ഇപ്പോ അയാൾ മൂലം ഒരാൾ കൊല്ലപ്പെട്ടു, അല്ലെ മരണപ്പെട്ടു. കൊല്ലപ്പെട്ടെന്ന് പറയുന്നത് മരണപ്പെട്ടു. ആ മരണം കൊലപാതകമാണോ അല്ലയോ എന്നുള്ളത് അയാൾക്കറിയില്ല. പക്ഷെ നിയമത്തിൽ അത് ചിലപ്പോൾ കൊലപാതകമായിരിക്കത്തില്ല. മർഡർ ഇന്ത്യൻ പീനൽ കോഡിലെ 300 സെക്ഷൻ 300 ഡെഫിനിഷനിൽ വരുന്നതായിരിക്കത്തില്ല. അത് അയാൾക്കറിയില്ല. അയാൾ പറയും ഞാൻ കൊന്നു, പക്ഷെ അയാൾ കൊന്നതായിരിക്കത്തില്ല. അത് കോടതിയിൽ അവതരിപ്പിച്ച് അയാൾക്ക് വേണ്ട നിയമപരീക്ഷ വാങ്ങിക്കൊടുക്കേണ്ട അഭിഭാഷകന്റെ ജോലിയാണ്. അതേ ചെയ്യാൻ പാടുള്ളൂ. കള്ളക്കഥ മെനയുന്നത് അഭിഭാഷകന്റെ ജോലിയല്ല. ഏത് വിധത്തിലും പ്രതിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല അഭിഭാഷക ധർമ്മം. നേരെ മറിച്ച് നിയമപരമായ പരിരക്ഷ പ്രതിക്ക് എന്ത് കിട്ടണം അത് വാങ്ങിക്കൊടുക്കണം. അത് ശ്രീ ആളൂർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ അതിനിടയിൽ ഇങ്ങനെയുള്ള കേസുകളിൽ പതിവായിട്ട് അദ്ദേഹം അങ്ങനെ പോകുമ്പോ അതിനൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു, ഈ രീതിയിൽ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നു. വളരെ ഭാവിയുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് 23 വർഷം ജഡ്ജിയായിരുന്ന എനിക്ക് കൊടുക്കാൻ ഉള്ള ഉപദേശം എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല മിസ്റ്റർ ആളൂർ. അത് ഒരിക്കലും ബ്രാൻഡ് ചെയ്യപ്പെടാൻ പാടില്ല. അതിനകത്ത് ആ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളും മാത്രമല്ല, സമൂഹ മനസാക്ഷിയുടെ പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. 100% ഉറപ്പുവരുത്തണം എല്ലാവർക്കും ആ പ്രതി മിസ്റ്റർ ആളൂരിനെ സമീപിച്ചതാണെന്ന്. ഇവിടെ ഈ ജോളി വധക്കേസിൽ ആ പ്രതി പരസ്യമായി പറയാനിടയായെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. സത്യമെന്ന് എനിക്കറിയില്ല. ഞാൻ ആളൂരിന് ഗോവിന്ദസ്വാമിയുടെ കേസ് നടത്തിയ ആളൂരിനെ എനിക്ക് വേണ്ട അഭിഭാഷകനായിട്ടെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ഡിസ്ഗ്രേസ് ടു ദ കമ്മ്യൂണിറ്റി, ലോയേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക്. അത് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. അത് ഈ കുട്ടികളൊക്കെ ഇവിടെ ബഡ്ഡിംഗ് ലോയേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്കും ഇത്, കാരണം ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇത്രയും നോബിളായിട്ടുള്ള പ്രൊഫഷൻ, സീരിയലായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തി ഞാൻ കൊലപാതകം നടത്തുന്നവനാണ്, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ ആ രക്ഷപ്പെടുത്തുന്നത് അടുത്ത കൊലപാതകം നടത്താനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ആ പ്രതിക്ക് ഒരു അഭിഭാഷകൻ നിന്നു കൊടുക്കാൻ പാടില്ല. അതാണ് വേണ്ടത്. നീതിയുടെ വെളിച്ചമായി സ്വയം എരിയാൻ കഴിവുള്ളവരാവണം അഭിഭാഷകൻ. കാരണം നീതിക്ക് സൂര്യനെ പോലെ സ്വയം എരിഞ്ഞ് വെളിച്ചം കൊടുക്കാനുള്ള ശേഷിയുണ്ട്. ആളൂർ മടങ്ങുകയാണ്. പുതിയ അതിഥിയുമായി എത്താം അടുത്ത ജനകീയ കോടതി അടുത്തയാഴ്ച.